എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരു ചെറിയ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒരു ബിരിയാണിയുടെ കിറ്റാണ് ഇന്ന് മേടിച്ചേക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ, നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള എല്ലാം തന്നെ ഇതിനകത്ത് ഒരു പാക്കറ്റാക്കി അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ചിക്കനോ മീനോ ഒന്നും കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മളിന്ന് മുട്ട കൊണ്ടാണ് ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് 1 കിലോ ബസ്മതി റൈസ് ഉണ്ട്. അത് കൂടാതെ ഇതൊരു മാല പോലെ അവരിങ്ങനെ ഓരോന്ന് കുഞ്ഞു കുഞ്ഞു പാക്കറ്റാക്കി വെച്ചിരിക്കുവാണ്. ഒരു ചെറിയ പാക്കറ്റ് നെയ്യുണ്ട്. അതുപോലെ ഇത് ഡാൽഡയാണ്, ഒരു ചെറിയ പാക്കറ്റ്. പിന്നെ ഒരു കുഞ്ഞു കുപ്പി കാണുന്നത്, ഒരു കുഞ്ഞു കുപ്പിയാണത്. അതിനകത്ത് പൈനാപ്പിൾ എസൻസ് ആണ്. കൂടാതെ അണ്ടിപ്പരിപ്പുണ്ട്, പെരിഞ്ജീരകവും സാജീരകവും കൂടെ ഉള്ളൊരു കൊച്ചു പാക്കറ്റുണ്ട്. പിന്നെ നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടെ ഉണ്ട്. കൂടാതെ ബിരിയാണിക്കുള്ള അച്ചാർ വരെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നാരങ്ങ അച്ചാറാണെന്ന് തോന്നുന്നു, നമ്മൾ പൊട്ടിച്ചിട്ടില്ല ഒന്നും. പിന്നെ ഇത് കിസ്മിസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ മിസ്റ്റർ ശക്തീസിൻ്റെ ബിരിയാണി കിറ്റിലുള്ളത്. നമ്മുടെ ബസുമതി അരിയെ കഴിഞ്ഞുമൊക്കെ ഒരല്പം വിലയുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അല്പം വിലയുണ്ട്. 160 രൂപയാണ് ഈ കിറ്റിൻ്റെ വില. പിന്നെ വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി വറുത്തിടാനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മെയിൻ താരമായ മുട്ട ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില. പിന്നെ മുട്ട മസാല ഉണ്ടാക്കുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. നമ്മൾ ആ ബിരിയാണി കിറ്റിന്ന് എല്ലാം മാലയൊക്കെ പൊട്ടിച്ച് ഓരോന്നോരോന്നാക്കി വെച്ചേക്കുവാണിത്. അതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി പാചകം തുടങ്ങാം. ഞാനിവിടെ ഒരു കലം വെച്ച് വെള്ളമൊക്കെ അതിലേക്ക് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഊറ്റി കളഞ്ഞിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത്, വറ്റിച്ചെടുക്കുമല്ല. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ആ അരിയിൽ നിന്ന് ഒരു 2.5 ഗ്ലാസ് അരി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ അരി ഇവിടെ നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ അവർ തന്നിരിക്കുന്ന ആ നെയ്യും അതുപോലെ ഒരു അല്പം ഡാൽഡയും, നമ്മൾ സാധാരണ ഉണ്ടാക്കുവാണെങ്കിൽ ഡാൽഡയൊന്നും ചേർക്കാറില്ല, അപ്പോൾ തന്നതുകൊണ്ട് ഒരല്പം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ മസാലക്കൂട്ടിൽ നിന്നൊരു തക്കോലം, 2-3 കറുവപ്പട്ട, ഗ്രാമ്പു, അല്ല ഏലക്കയുടെ തൊലി കളഞ്ഞാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ആ പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ മസാലയെല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഒരല്പം നാരങ്ങ നീര് കൂടെ ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി വേണം നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ നെയ്യും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരി ഒന്നും ഒരുപാട് ഒട്ടി പിടിക്കാതെയൊക്കെ കിട്ടും. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സാധനം കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർക്കാനുണ്ട്. നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, അതും അരിഞ്ഞതിൻ്റെ ആ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയോ പച്ചമുളക് സ്വല്പമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അരി ഇട്ട് കൊടുക്കുവാണ്. അരി വേകുന്ന സമയം തന്നെ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരല്പം നെയ്യും ഇച്ചിരി ഡാൽഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ അളവൊക്കെ വളരെ കുറവാണ് ആ കവറിൽ. നമുക്ക് വേറെ നെയ്യ് ഇച്ചിരി ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ അരി അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ആ ക്യാരറ്റും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു അല്പമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ചോറിന്. അത് നന്നായിട്ട് വെന്ത് വരട്ടെ.
അപ്പം നമ്മുടെ മുന്തിരി ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നു. ഇത് കോരിയെടുക്കാം, ഇല്ല ഇനി കരിഞ്ഞു പോകും. അപ്പം നമ്മളിനി അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുവാണ്. നെയ്യ് ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് പോകും. അത്രയും മതി. ഇച്ചിരി ഡാൽഡ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ സവോള ഏകദേശം ഒന്ന് മൂപ്പെത്തിയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ അരിയൊക്കെ നല്ല പരുവത്തിനൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 വേവിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ചിടാം. ചീനിച്ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മുട്ടയൊന്ന് നമുക്ക് രണ്ടായിട്ട് മുറിച്ചൊന്ന് മുരിച്ചെടുക്കണം. മുട്ട ഞാനിതുപോലെ രണ്ടായിട്ട് മുറിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ മുട്ട നമുക്ക് പതുക്കെ അപ്പുറേ സൈഡാക്കി കൊടുക്കാം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പരിപാടിയാണിത്. കാര്യം ഉണ്ണി പൊട്ടിപ്പോകാൻ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വലിയ കുഴപ്പമില്ല. ഇത് മൊത്തം ഒന്ന് തിരിച്ചിടട്ടെ. ഞാനപ്പം വളരെ സാഹസികമായിട്ട് അവനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ണി ഒന്നും പൊട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മറുവശം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. മുട്ടയൊക്കെ അപ്പുറേ വശവും ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്തിട്ട് വേണം. മുട്ടയൊക്കെ ഞാനപ്പോൾ 2 വശം ഇതുപോലെ ഉടഞ്ഞൊന്നും പോകാതെ തന്നെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഗ്രേവി തയ്യാറാക്കാം. ഇത് തന്നെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി വന്ന ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് പോയി വരണം. അപ്പോൾ മുട്ട ഇതിൽ ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ മുട്ടയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ മസാലയ്ക്ക് കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് സവോള ഇട്ട് ചിലപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വാടി വഴണ്ട് വരട്ടെ. ഇതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഇട്ട് കൊടുത്തായിരുന്നു. എന്നാൽ ഈ സവോളയ്ക്ക് വേണ്ടിയിട്ടൊരല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നിറച്ചില്ല കുരുമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഇതാ ഒരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ളതും കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും ഉണ്ട്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാലയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഗ്രേവി ഒന്ന് കുറുകാൻ വേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ഗ്രേവി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇനി നോക്കിയിട്ട് കുറവാണ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് കുറുക്കി ഒരു തിക്ക് പോലെ ഒന്നാക്കിയെടുക്കണം. ഒരുപാട് തിക്കല്ല, എന്നാലും നമ്മുടെ ബിരിയാണിയിലൊക്കെ വെക്കാനുള്ള പരുവത്തിനാക്കിയെടുക്കണം. മസാലയിലേക്ക് ഞാനൊരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, ഞാനതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ഇനി നമുക്ക് ഈ മുട്ട ഓരോന്നും അങ്ങോട്ട് നിരത്തി കൊടുക്കാം. ഫ്രൈ ചെയ്ത മുട്ടയെല്ലാം നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ടയുടെ പുറത്തേക്കൊക്കെ ഒന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് കോരി ഒന്ന് കുറുകി വരണം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഒരു ഉരുളിയിലേക്കൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് കുറുകിയൊക്കെ വരട്ടെ. മുട്ട ഗ്രേവിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റാക്കാൻ നോക്കാം. അപ്പം നമ്മൾ വലിയൊരു ഉരുളിയിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനൊരല്പം ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട മസാല പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പകുതി മുട്ട മസാല ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടുത്ത ചോറ് ഇട്ട് കൊടുത്തു. ഇനി ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച ആ സവോള ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിൽ നിന്ന് ഒരല്പം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മുന്തിരി, അണ്ടിപ്പരിപ്പ്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വീണ്ടും ബാക്കി മുട്ട മസാലയും കൂടെ നിരത്തി കൊടുക്കാം. നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന മുട്ട മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി ചോറ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി ബാക്കി ഐറ്റംസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന മല്ലിയില, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരല്പം, ഒരു ഭംഗിയാണ്, ടേസ്റ്റുമാണ്. ഇനി നമുക്ക് സവോള വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് അവർ തന്ന ആ പൈനാപ്പിളിൻ്റെ എസൻസ്. ഒരു തുള്ളിയേ ഉള്ളൂ, 1-2 തുള്ളിയേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരല്പം വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് വരും. നമ്മൾ ഈ ബിരിയാണി പാത്രത്തിന് അതിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ച് വെച്ച് ഇനി ഒരു ദോശക്കല്ലൊന്ന് ചൂടാക്കി അതിൻ്റെ പുറത്ത് വെച്ചത് സെറ്റ് ചെയ്യണം. ഞാൻ നമ്മുടെ ഉരുളി അടപ്പ് കൊണ്ട് അടച്ച് ഒരു ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ പുറത്തൊന്ന് ചെറിയ രീതിയിലൊന്ന് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇടികല്ലും ഒക്കെ മേളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ എൻ്റെ ബിരിയാണിയുടെ അടപ്പൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അസാധ്യ മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് കാണാം. കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവസാനം നമ്മുടെ ബിരിയാണിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഒരു അല്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൂടെ പപ്പടമുണ്ട്, ഒരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ പാക്കറ്റിലുണ്ടായിരുന്ന നാരങ്ങ അച്ചാറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇന്ന് ഞായറാഴ്ച മുട്ട ബിരിയാണി കഴിക്കാം. ഇതേപോലെ നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിൽ തൽക്കാലം നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഈ സമയത്ത് കോളിഫ്ലവറോ വല്ലതും വെച്ച് വെജിറ്റബിൾ ബിരിയാണി ആക്കി നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനലൊക്കെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഞാനിപ്പോൾ എപ്പോഴും വീഡിയോ ഒന്നും ഇടുന്നില്ല, ഇടയ്ക്കൊക്കെ ബ്രേക്ക് വരുന്നുണ്ട്. എന്നാലും ഇടുന്ന വീഡിയോകൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.